ആ മോളെ പറഞ്ഞോ. കുട്ടിയേട്ടാ, ഞങ്ങൾ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അവര് ഒരു കാരണവശാലും വിടരുത്. അവര് മുന്നിൽ തന്നെയല്ലേ? ആ ഉണ്ട്. കുട്ടിയേട്ടാ, ഇപ്പൊ എവിടെ എത്തി? നീ ആയിട്ട് ഞങ്ങൾക്ക് തടസ്സം വെച്ചല്ലേടാ? അല്ലേടാ, വണ്ടി വിട്ടിട്ട് കത്തിക്കുന്ന കാണണോടാ നിനക്ക്? എന്നാ കത്തിച്ച് കാണിച്ചു കൊടുറാ. നിങ്ങൾ നീ കാണിക്കുന്നത് അയാളുടെ വഴിയിലല്ലേ വന്ന്? അത് പറയാൻ നീ ആരടാ? ഇവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച നീ ആണോടാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി ഇഷ്ടമുള്ളിടത്ത് ഓടിക്കോടാ. എടാ, ഞങ്ങൾ ഒട്ടും സമയമില്ലാത്ത പണിക്കാരാ കേട്ടോ. ഞങ്ങൾ ആരാ നീ അറിഞ്ഞാലേ നേർക്ക് നേരെ നിൽക്കുന്നില്ല. നീ നടുറോടി മുള്ളു. നീ ആർക്കെങ്കിലും ന്യായം പറയാനുണ്ടാ? ഉണ്ടാ, വാടാ, വാ. ഇത് അവന്മാര് തന്നെ ഉറപ്പാ. കുട്ടമ്പിള്ള ചേട്ടനാ വിളിച്ചേ. ശ്യാമാമേടത്തെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ വഴിവെച്ച് കണ്ടുവന്ന്. കുട്ടൻ ചേട്ടാ, അവര് നീങ്ങുമ്പോ കുട്ടൻ ചേട്ടാ അവരെ ഫോളോ ചെയ്യണം. ഓക്കെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ശരി. ഓക്കെ. അഖിൽ, നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടൻ ചേട്ടന്റെ അടുത്ത് ചെല്ലണം. അവന്മാര് കൃത്യമായിട്ട് നമ്മുടെ വലയെ ചാടിയല്ലോ. അതല്ലേ സത്യത്തിന്റെ വില. ബാപ്പാ, ഞാൻ അരങ്ങി പോയത്. വാടാ, കേറാ. വരുണുമായിട്ടുള്ള രാധികയുടെ വിവാഹം കഴിഞ്ഞപ്പോ അവൾക്കിനി ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞങ്ങള് കരുതിയതാ മോളെ. ശ്യാമമ്മയുടെ അവളുടെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ എല്ലാവരേക്കാൾ സന്തോഷിച്ചത് ഞങ്ങളായിരുന്നു. അമ്മയെ തിരിച്ചറിഞ്ഞപ്പോ ശ്യാമമ്മയുമായിട്ട് അവൾ ഞങ്ങളുടെ മുന്നിലെത്തി. അതെന്തിനാണെന്നറിയോ? തന്നെ വളർത്തി വലുതാക്കിയത് ഈ അച്ഛനും അമ്മയാണെന്നും ആ സ്നേഹം ഞങ്ങളോട് ഉണ്ടായിരിക്കണമെന്നും അവളുടെ അമ്മയോട് പറയാൻ. പക്ഷെ ദൈവം കനിഞ്ഞില്ല. അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും കൊത്തിയെടുത്തോണ്ട് പോയി. കിടന്ന കിടപ്പാണ്. അവളോട് ഇനി എന്താ പറയേണ്ടത്? അവൾക്ക് വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊന്നും അറിയില്ല. അർദ്ധപട്ടിണിക്കാരാണ്. പക്ഷേ അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് ഞങ്ങൾക്ക്. അവളൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാ മതി. പഴയതുപോലെ ഒന്ന് സംസാരിക്കുന്നത് കണ്ടാ മതി. നിങ്ങൾ പേടിക്കണ്ട രാധിക, അങ്ങനെ ദുഃഖിച്ചു കിടക്കാൻ പാടില്ല. അവളോട് ഞാൻ സംസാരിക്കാം. അവളെ നമുക്ക് മാറ്റിയെടുക്കാം. ആ കുട്ടിയോട് ഉണ്ടായത് നന്നായി. മോൾക്കൊരു ആശ്വാസമാവുമല്ലോ. എത്ര നേരായി ഇരിപ്പിങ്ങനെ? ഞാൻ വേറെ എന്ത് ചെയ്യാനാ ദുർഗെ? നമുക്കൊന്ന് പുറത്തു പോയാലോ? കുഞ്ഞുനാളില്
രാധികയുടെ കൂടെ ഈ ഗ്രാമം മുഴുവൻ ഞാൻ നടന്നു കണ്ടിട്ടുണ്ട്. വീണ്ടും എത്തിയപ്പോ എല്ലാം ഒന്നുകൂടെ കാണാൻ തോന്നുക. പോവാ നമുക്ക്. ഒരു കാഴ്ചയും കാണാൻ എനിക്കിഷ്ടല്ല. ഒരു നിറവും ഇപ്പൊ എന്റെ കണ്ണി തടയില്ല. അതൊക്കെ അമ്മയോടൊപ്പം അവസാനിച്ചു. ഒരുപാടൊന്നും വേണ്ട. കുറച്ചു ദൂരം നടന്നിട്ട് വരാം. നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരാം. എഴുന്നേറ്റ് വാ. അയ്യോ, ദുർഗ എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും. ദേ, അച്ഛനും അമ്മയും എന്നോടിപ്പോ പറഞ്ഞത് എന്താന്നറിയോ? ഈ മുറിന്ന് നീ പുറത്തിറങ്ങി കണ്ടാ മതിയെന്ന്. അവരുടെ മുന്നിലൂടെ ഒന്ന് നടന്നു കണ്ടാ മതിയെന്ന്. ജീവിതത്തിൽ ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുതെന്ന് തീരുമാനം എടുത്തിട്ടുള്ള ആളല്ലേ താൻ. ഇപ്പൊ അവരുടെ ആത്മവിശ്വാസത്തിന് ആശ്വാസം കൊടുക്കേണ്ട ആളല്ലേ താൻ. നമുക്ക് പോവാം. നിനക്ക് പറ്റില്ല എന്ന് തോന്നിയാ നമുക്ക് ആ നിമിഷം തന്നെ തിരിച്ചു പോരാം. വാ വാ, വന്നേങ്ങ. എന്നിട്ടോ എന്നിട്ടോ വാ വാ. ആ മോളെ പറഞ്ഞോ. കുട്ടിയേട്ടാ, ഞങ്ങൾ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അവരെ ഒരു കാരണവശാലും വിടരുത്. അവര് മുന്നിൽ തന്നെ ഇല്ലേ? ആ ഉണ്ടുണ്ടുണ്ട്. കുട്ടിയേട്ടാ, ഇപ്പൊ എവിടെ എത്തി?